ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു അത്യാവശ്യമായ വിഷയത്തെക്കുറിച്ചാണ്, ടെൻസ്. ഇന്നത്തെ ക്ലാസ് അല്പം ലെങ്തി ആയിരിക്കും. ഈ ഒരു ക്ലാസ്സിൽ മാത്രം ഒന്ന് ക്ഷമിക്കുക, കാരണം ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൂടെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇതല്പം ലെങ്തി ആയിരിക്കും. ഓക്കെ, സോ ഇംഗ്ലീഷിൽ ശരിയായി സംസാരിക്കാനും എഴുതാനും ടെൻസ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു സംഭവമാകട്ടെ, ഒരു പ്രവൃത്തിയാകട്ടെ, അതെപ്പോഴാണ് നടക്കുന്നത് എന്ന് കാണിക്കുന്നത് ടെൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും എന്നാൽ എളുപ്പമായിട്ട് പഠിക്കാവുന്നതുമായിട്ടുള്ള ഒരു ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ, ഘടന എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും പിന്നെ വളരെ ചെറിയ നമ്പർ ഓഫ് എക്സാമ്പിൾസ്, അധികം എക്സാമ്പിൾസ് നമ്മൾ പറയില്ല, കാരണം ഇതിനു വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ ഈ ക്ലാസ് ആദ്യം പോസിറ്റീവ് സെൻറ്റൻസുകളെ കുറിച്ചുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന ക്ലാസ് ഇതിലുണ്ടാവില്ല. അത് നെഗറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് വരുന്നത് ഉണ്ടായിരിക്കില്ല, അത് വേറെ ക്ലാസ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ, അപ്പോൾ ഈ മൂന്നിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാകും. ഇത് മൂന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം കമ്പയർ ചെയ്തിട്ട് നമ്മൾ എക്സാമ്പിളിനായിട്ട് നാലാമതൊരു വീഡിയോ ഉണ്ടാവും. ഓക്കെ, അത് മാക്സിമം നമ്പർ ഓഫ് എക്സാമ്പിൾസ് നമ്മൾ അതിൽ ചേർക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം അവസാനം വരെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ 12 ടെൻസുകളുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ എവരിഡേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച്, ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. നമ്മുടെ ഡെയിലി റുട്ടീൻസ്, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കും. നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ ഇഷ്ടക്കേടുകളെക്കുറിച്ച് സംസാരിക്കും. മീൻസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, ഇതിനെക്കുറിച്ചെല്ലാം അല്ലേ. ഐ വർക്ക്, ഐ സ്റ്റഡി, ഷി ലീവ്സ് ഇൻ കൊച്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ, ഏകദേശം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏതാണ്ട് 50% നമ്മൾ സംസാരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. പിന്നെ വരുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അത് ഏകദേശം 15%. ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കണക്കല്ല കേട്ടോ, 15%. അതിന് ശേഷമാണ് സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഹാബിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പം ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവറി ഡേ, അങ്ങനെ അത് നമ്മുടെ ഹാബിറ്റാണ്. ഹാബിറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഈ ടെൻസ് കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നു, അതിനുശേഷം 1-2 എക്സാമ്പിൾസ് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ അതിനകത്ത് വേണം, എവിടെയൊക്കെ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആകുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഓബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓബ്ജക്റ്റ് എപ്പോഴും നിർബന്ധമൊന്നുമില്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് സബ്ജക്റ്റും വെർബും അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കുറച്ച് സബ്ജക്റ്റുകൾ ഇപ്പോൾ ഒന്ന് പഠിക്കണം കേട്ടോ. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഐ, വി, യു, ദേ, പി എൻ എന്നിട്ടേക്കുന്നത് പ്ലൂറൽ നൗണാണ് കേട്ടോ. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇതേ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കണം കേട്ടോ. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി ഈ 12 ടെൻസിനുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതേ രീതിയിൽ തന്നെ ഈ സബ്ജക്റ്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. അത് നിങ്ങൾ പുതിയ വീഡിയോസ് വരുമ്പം അല്ലെങ്കിൽ അടുത്ത ടെൻസുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലൂറൽ നൗൺ. ഇപ്പം ഐ ഞാൻ, വി നമ്മൾ, യു നീ ഓർ നിങ്ങൾ, അത് അല്ലെങ്കിൽ ദേ അവർ അല്ലേ, അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ ഒരു സെൻറ്റൻസിലെ കർത്താവ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് വെർബ് 1 ആണ് ചേർക്കേണ്ടത്. വെർബ് 1. ഓക്കെ, വെർബ് 1, വെർബ് 2, വെർബ് 3 എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ, ഹി വരിക അവൻ, അല്ലെങ്കിൽ ഷീ അവൾ, അല്ലെങ്കിൽ ഇറ്റ് ഇത് എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സിംഗുലർ നൗൺ സ്റ്റുഡൻറ്റ്, ടീച്ചർ,
ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പേരുകൾ, ഒരാളുടെ പേര്, അങ്ങനെ സിംഗുലർ നൗണാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെർബ് വണ്ണ് തന്നെ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഈ വെർബ് വണ്ണിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് പറയുന്ന ലെറ്ററുകൾ കൂടി ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഐ വി യു ദേ ഹി ഷീറ്റ്, ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഐ വി യു ദേ പ്ലൂറൽ നൗണോ ആണ് വരുന്നതെങ്കിൽ വെർബ് വണ്ണ് ചേർക്കുക, അല്ലെങ്കിൽ ഹി ഷീറ്റ് സിംഗുലർ നൗണ് ആണ് വരുന്നതെങ്കിൽ വെർബ് വണ്ണിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസും കൂടെ ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എപ്പോഴൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം പറയുകയാണ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ ആൻഡ് ജനറൽ ട്രൂത്ത്. നമ്മുടെ ഹാബിറ്റുകളെക്കുറിച്ച് പറയാനും പൊതുവായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച് പറയാനും പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെയാണ് എന്താണ് ഒന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യൂസേജ് ഇതാണ്. എന്താണ്? നമ്മുടെ ഹാബിറ്റ് എല്ലാ ദിവസവും ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഗോസ് ഫോർ എ വാക്ക് ഇൻ ദ ഈവനിങ്. അവൻ വൈകുന്നേരങ്ങളിൽ നടക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവന് നടക്കാൻ പോകുന്ന ശീലമുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും എന്താണ് അതിൻ്റെ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് മാത്രം നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അല്ല പറയുന്നത്. ഈ ഒരു സെൻറ്റൻസ് പറയുന്നത് എന്താണ്? അവൻ്റെ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എന്താണ് വന്നത്? ഹീ ആണ് വന്നത് അല്ലേ. വെർബ് വണ്ണ് ഗോ, അതിൻ്റെ കൂടെ സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ട് ഇ എസ് ചേർത്തു. നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു അല്ലേ. ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ വരികയാണെങ്കിൽ നമ്മളെന്താണ് വെർബ് വണ്ണിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസും കൂടെ ചേർക്കണം എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഹീ റീഡ്സ് ബുക്ക്. അവൻ ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബുക്ക് വായിക്കുന്ന ശീലമുണ്ട് സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഹീ, വെർബ് വൺ റീഡ് പ്ലസ് എസ് നമ്മൾ ചേർത്തിരിക്കുന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് വന്നത് ഹീ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത യൂസേജ് എന്ന് പറഞ്ഞാൽ ടു ടോക്ക് അബൌട്ട് ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. പൊതുവായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ദ സൺ, ഓക്കെ, ദ സൺ റൈസസ്. ദ സൺ ഇവിടെ എന്താണ് സിംഗുലറായിട്ടാണ് കൺസേർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സിംഗുലർ നൗൺ ആയതുകൊണ്ട് എന്താണ് വെർബ് വൺ റൈസിൻ്റെ കൂടെ എസ്സും കൂടെ ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, യൂസേജ് എന്ന് പറയുന്നത്. അടുത്തത് ഇപ്പം അടുത്ത ഉപയോഗം ടു ടോക്ക് അബൌട്ട് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. എന്താണ് ചരിത്ര സത്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? ഇത് സെയിം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മദർ തെരേസ ഈസ് ഫേമസ് ഫോർ ഹർ കൈൻഡ്നെസ്. അപ്പോൾ മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അവരുടെ കാരുണ്യഭാവത്തിന് അല്ലെങ്കിൽ കരുണയാൽ അവർ വളരെ ഫേമസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ട്രൂത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുക? സെയിം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് മറ്റൊരു യൂസേജ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്, പൊതുവായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് പൊതുവായ ഒരു ധാരണ നമുക്ക് ഉണ്ട്. പക്ഷേ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടും ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ടു ഷോ എ ഫ്യൂച്ചർ ഇവൻറ്റ് ദിസ് ഈസ് പാർട്ട് ഓഫ് എ പ്ലാൻ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമുക്ക് എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം സ്റ്റാർട്ട്സ് ഇൻ ഡിസംബർ. എക്സാം സ്റ്റാർട്ട്സ് ഇൻ ഡിസംബർ. ഇപ്പോൾ പരീക്ഷ എന്നാണ് തുടങ്ങുന്നത്? ഡിസംബറിൽ തുടങ്ങുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതൊരു ഫ്യൂച്ചർ ഇവൻ്റാണ്, പക്ഷേ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് ടെൻസ് ഉപയോഗിക്കാം? ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ.
അപ്പോൾ പ്രധാനമായിട്ട് ഇതൊക്കെയാണ് എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണുക. ഈ ഉപയോഗങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആ ഒരൊറ്റ എക്സാമ്പിൾ എഴുതി വെക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂടുതൽ എക്സാമ്പിൾ തരത്തില്ല. കാരണം എന്താണ്, അത് 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ട് ചെറുതായിട്ട് ഈ PPT കാണുന്ന പോലെ തന്നെ നോട്ട് ചെറുതായിട്ട് എഴുതി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ടെൻസിൻ്റെ ഫുൾ നോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് പഠിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.